നടത്തിയിട്ടുണ്ടെന്ന്. ഈ വക കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. സാധാരണക്കാരുടെ കൂടെ നടന്ന പാരമ്പര്യമാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാനായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആ ഒരു സച്ചരിതരായ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു പോയത്. മിനർ റഗ്ബത്തി ഇല സുഹുദി, പരിത്യാഗമാണ്. കാരണം സമ്പത്തിന്റെ പിന്നാലെ പോയിട്ടില്ല. അവർക്കറിയില്ല, ജനങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ അവർക്കറിയില്ല. അവർക്ക് അത്തരം സാമർഥ്യങ്ങളില്ല, അത്തരം കഴിവുകൾ അവർക്കില്ല. അവർക്കുള്ള കഴിവ് ഇൽമു പഠിപ്പിക്കലാണ്, ഇൽമു പഠിപ്പിച്ചു കൊടുക്കലാണ്. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ ചെമ്മാടാണ് ആദ്യമായി ദർസേൽക്കുന്ന ചെമ്മാടാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1977 76 ആണ് ബഹുമാനപ്പെട്ടവരുടെ ദർസ് ചെമ്മാട് ആരംഭിക്കുന്നത്. ആ ദർസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകളാണ്. കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ മഹാനായിരുന്നു. നമുക്കറിയാം, മുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരമുള്ള ആളായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹദിയ, ഒരു പൈസ കൊണ്ടുപോയി കൊടുത്താൽ എന്താണോ നിനക്ക് ജോലി എന്ന് ചോദിക്കും ബഹുമാനപ്പെട്ടവർ. എന്താ നിനക്ക് ജോലി? എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയത്? നിൻ കൊണ്ടുവന്ന ഈ പൈസ എനിക്ക് ഹലാലാകുമോ അല്ലയോ എന്നറിയാനാണ് കണ്ണിയത്ത് ഉസ്താദ് ചോദ്യം ചോദിക്കാറുള്ളത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ സൈനുൽ ഉലമ ഉസ്താദ് തന്നെ പറയാറുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ഏത് വീട്ടിലും എവിടെ ചെന്നാലും എന്താണ് അവരുടെ ജോലി, എന്താ വരുമാനം എന്ന് ചോദിക്കും. അത് ചോദിച്ചിട്ടേ ഉസ്താദ് ഭക്ഷണം കഴിക്കൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാതിരുന്നത് ചെറുശ്ശേരി ഉസ്താദിന്റെ വീട്ടിൽ മാത്രമാണ്. കൊണ്ടോട്ടിയിലെ മെയിൻ റോഡിന്റെ വക്കീല ഉസ്താദിന്റെ വീടുണ്ടായിരുന്നത്. അവിടെ എത്തിയാൽ വാഹനം നിർത്തിയിട്ട് പറയും, സൈനുദ്ദീൻ മുസ്ലിയാരെ ചായ വേണം, സൈനുദ്ദീൻ മുസ്ലിയാരെ ചോറ് വേണം എന്ന് ഉസ്താദിനോട് അങ്ങോട്ട് ചോദിച്ച് ബഹുമാനപ്പെട്ടവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പോയിരുന്ന വീടാ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അവിടെ ഹലാലെ ഉണ്ടാകൂ എന്ന് അവർക്കറിയുമായിരിക്കണം. അല്ലാഹു ആലം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ചെറുശ്ശേരി ഉസ്താദ് ആദ്യമായി ദർസ് തുടങ്ങുകയാണ് ചെമ്മാട്. അതിന് ഉദ്ഘാടനത്തിന് വന്നത് ഈ കണ്ണിയത്ത് ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് വന്നിട്ട് ആ ഒരു ദർസിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ പറഞ്ഞു, ഇനി സൈനുദ്ദീൻ മുസ്ലിയാർ ചെമ്മാട് ഒരുപാട് കാലമുണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു. ഒരുപാട് കാലമുണ്ടാവട്ടെ എന്നൊരു വാക്ക്. ആ വാക്ക് പുലർന്നിരിക്കുകയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആ വാക്ക് പുലർന്നിരിക്കുകയാണ്. ചെമ്മാട് വർഷങ്ങളോളം ദർസ് നടത്തി, ഒരു 10-20 കൊല്ലത്തിലേറെ ദർസ് നടത്തി. ഉസ്താദ് പിന്നെ വരുന്നത് ബാപ്പുട്ടി ഹാജി അവറുകൾ ചെമ്മാട് കമ്മിറ്റിയുടെ അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ടവർ ക്ഷണിച്ചിട്ട് ദാറുൽ ഹുദയിലേക്ക് വരികയാണ് ദർസിന്. ചെമ്മാട് ദർസ് മതിയാക്കി ദാറുൽ ഹുദയിൽ ഉസ്താദ് ദർസിന് വരണം, ദാറുൽ ഹുദയിലെ കുട്ടികൾക്ക് ഉസ്താദ് പഠിപ്പിക്കണമെന്ന് ഹാജിയാരുടെ നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ വരുന്നു. ദാറുൽ ഹുദ നിൽക്കുന്നതും ചെമ്മാട് തന്നെയാണ്. അത് മാത്രമല്ല, ഉസ്താദ് ഒരുപാട് കാലം ചെമ്മാട് തന്നെ ആവട്ടെ എന്ന ആ ഒരു വാക്ക് പുലർന്നിരിക്കുന്നത് ഉസ്താദിന്റെ ഖബർ കിടക്കുന്നതും ചെമ്മാടാണ്. അതൊരു വലിയ അത്ഭുതമാണ്. ഇത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്ത് കൂടിയാണ്. കാരണം എങ്ങനെയാണ് അങ്ങനെ ഒരു ദീർഘദർശനം ഉണ്ടായത്? കാരണം മുദരിസുമാർ ഓരോരോ മഹല്ല് കഴിഞ്ഞാൽ വേറെ മഹല്ലിലേക്ക് പോകുന്നവരാണ്. ഖത്തീബുമാർ അങ്ങനെയാണ്, മഹല്ലുകൾ തോറും അവർ പോയേക്കും. പക്ഷേ ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട് തന്നെ വേണം, ഒരുപാട് കാലം ചെമ്മാട് വേണം എന്ന് പറഞ്ഞ വാക്ക് മഹാനായ സൈനുൽ ഉലമക്ക് ഇവിടെ ചെമ്മാട് തന്നെ ഖബർ ഒരുങ്ങുകയാണെന്ന് ആ ഒരു വലിയ സൂചന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്കുകളിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഉസ്താദ് അവറുകളുടെ ചെറിയൊരു വസിയത്തുണ്ടായിരുന്നു. ഉസ്താദിന് കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പ് ഹാർട്ട് ഓപ്പറേഷൻ, ഒരു ബൈപ്പാസ് സർജറി വന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് കൂടെ പോയ ഞങ്ങളുടെ ഉസ്താദിനോട് പറഞ്ഞു, എങ്ങാനും ഞാൻ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എനിക്ക് ഖബർ ബാപ്പുട്ടി ഹാജിയുടെ അരികത്ത് വേണം, എനിക്ക് ദാറുൽ ഹുദയുടെ മക്കളുടെ അരികത്ത് എനിക്ക് കിടക്കണം. ആ ഒരു ആഗ്രഹം ഉസ്താദ് 1.5 വർഷം മുമ്പ് പറഞ്ഞു. ദാറുൽ ഹുദയുടെ മുമ്പിൽ ഖബർസ്ഥാനില്ല, ദാറുൽ ഹുദയുടെ പള്ളിക്ക് ചുറ്റും പള്ളിക്കാടില്ല, അവിടെ ആകെ ഒരു ഖബറേ ഉള്ളൂ. അത് ഉണ്ടായിരുന്നത് മഹാനായ ബാപ്പുട്ടി ഹാജിയുടെ ഖബറാണ്. പിന്നെ 2ാമത്തെ ഖബർ ഇന്നുള്ളത് മഹാനായ ചെറുശ്ശേരി ഉസ്താദിൻ്റെതാണ്. അവിടുത്തെ മുച്ചാലിമീങ്ങളായ ആളുകൾക്ക്, അവിടുത്തെ ഉസ്താദുമാരായ ആളുകൾക്ക് ആ മഹാപണ്ഡിത പ്രതിഭയുടെ സാന്നിധ്യം എപ്പോഴും അറിയാനും അവരെ ഓർക്കാനുമുള്ള ഒരു മഹാ അവസരം അള്ളാഹു നൽകുകയും ഒരുപാട് ഫാത്തിഹയും ഒരുപാട് ഖുർആനും ഒരുപാട് ദുആയും അവരുടെ ഖബറിലേക്ക് കിട്ടാനും ഇത് വലിയ കാരണമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആ രീതിയിൽ ചമ്മാട്ടുകാർക്ക് വേണം എന്ന് കൊണ്ടോട്ടിയിലെ അങ്ങാടിയിലെ ടൗൺ മഹല്ലില ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഉള്ളത്.
കൊണ്ടോട്ടി അങ്ങാടിയുടെ ടൗണിലാണ് ഉസ്താദിന്റെ വീട്. പരിചയമുള്ള ആളുകൾക്കറിയാം. അവിടെ നിന്ന് ഉസ്താദിന് ചെമ്മാട്ടേക്ക് വരാനുള്ള നിയോഗമുണ്ടായത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകളുടെ ആ ഒരു വാക്കാണ് ദർസ് തുടങ്ങി കൊടുക്കുമ്പോൾ. അപ്പോ വമിനൽ കിബ്രി ഇല തവാദു, ഉലമാഇന്റെ പ്രത്യേകത പറയാണ്. വമിനൽ കിബ്രി ഇല തവാദു, മുത്തനബി തങ്ങൾ പറയുന്നു, എല്ലാ പണ്ഡിതന്മാരുടെ അരികത്തേക്കും നിങ്ങൾ പോവരുത്. വമിനൽ കിബ്രി ഇല തവാദു, അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയേണ്ടതിന് പകരം വിനയത്തിന്റെ സൗമ്യമായ വാക്കുകൾ പറയുന്ന ആലിമിന്റെ കൂടെയേ നിങ്ങൾ കൂടാൻ പാടുള്ളൂ. വലിയ പ്രസ്താവനകളും വലിയ വലിയ വാക്കുകളും ഞങ്ങൾ തിരുത്താൻ ഇവിടെ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കാനത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയും. ഞങ്ങൾക്കാർക്കും പറഞ്ഞു തരണ്ട, ഞങ്ങളാ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയും, ഞങ്ങളാരാ തിരുത്താൻ വന്ന് എന്നൊക്കെ ധാർഷ്ട്യത്തിന്റെ വാക്കുകൾ പറയുന്ന ആളുകൾ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് മഹാനായ സൈനുൽ ഉലമ എന്ന മഹാപ്രതിഭയിലെ തവാദുഉം വിനയവും സൗമ്യതയും നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അങ്ങനെയായിരുന്നു. സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആ മുറ്റത്തേക്ക് കടന്നു വരാം. അവരോട് തമാശ പറയും, വർത്തമാനങ്ങൾ ചോദിക്കും. ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ടവർ ഒരു മുതലാളിയെയും അവരുടെ മുതലിന്റെ പേരിൽ ആദരിക്കുകയോ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയോ ഉസ്താദിന് അറിയില്ല. ഉസ്താദിന് അറിയുക പോലുമില്ല. പ്രഗത്ഭരായ പല നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ വലിയ സാമ്പത്തിക വ്യവസായികളും ഒക്കെ വരുന്ന സമയത്ത് ഉസ്താദിന് പറഞ്ഞു കൊടുക്കേണ്ടി, ഉസ്താദെ ഇത് ഇന്ന ആളാണ്, ആണോ, അത്രേ കഴിഞ്ഞു, അത്രേ ഉള്ളൂ എന്നല്ലാതെ ഒരു പ്രത്യേക താല്പര്യം, ഒരു പ്രത്യേക ബഹുമാനം, ഒന്ന് വിളിച്ചരികത്തേക്ക് ഇരുത്തൽ, ഒരു കുശലം പറച്ചിൽ, അതൊന്നും അറിയില്ലായിരുന്നു. വമിനൽ കിബ്രി ഇല തവാദു, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും. അതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഏതൊരു പരിപാടിക്ക് പോവുകയാണെങ്കിലും, ഉസ്താദിന്റെ ഡ്രൈവറുണ്ട്, ഞങ്ങൾ അറിയുന്ന ഒരാൾ, ഉസ്താദിന് ഏത് വഅദോ ഏതെങ്കിലും ഒരു ദുആയോ ഏതെങ്കിലും ഒരു സദസ്സിൽ നേതൃത്വം കൊടുക്കാനോ മഹാനായ സൈനുൽ ഉലമയെ വിളിച്ചാൽ മിനിമം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ മുമ്പ് വരെ സ്ഥലത്തെത്തും. 2 മണിക്കൂർ മുമ്പ് വരെ സ്ഥലത്തെത്തും. അപ്പൊ ചോദിക്കും, ഉസ്താദ് ഇത്ര നേരത്തെ നമ്മൾ പോവണോ? ആളുകളോ സംഘാടകർ പോലും വേദിയിലെത്തുന്നതിന് മുമ്പ് ഉസ്താദ് സ്ഥലത്തെത്തും. അത്രയും അതാണ് ഉസ്താദ് അവറുകൾ. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ പൊടിപാറ്റി ഒച്ചപ്പാടുകളും ബഹളവും ഉണ്ടാക്കി ആളുകൾക്കിടയിലേക്ക് വാഹനം ഇരച്ചു കയറ്റി കൊണ്ടുവന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ആരും അറിയാതെ വളരെ നേരത്തെ അവിടെ എത്തിയിട്ട് സമയമായോ, ഞാൻ വരാൻ നേരായോ എന്ന് അവിടെ ചെന്ന് ചോദിക്കുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹാനായ സൈനുൽ ഉലമ. ഇതൊക്കെ എന്തിനാണ്? ജനങ്ങൾക്ക് മനസ്സിലാവണം, ജനങ്ങൾക്കറിയണം എവിടെയാണ് സത്യമുള്ളത്, ജനങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് ജെന്യൂൻ കിടക്കുന്നത്, ജനങ്ങൾക്കറിയണം ഇൽമും ഈമാനും സത്യസന്ധതയും എവിടെയാണ്. കാരണം ഇത് അവകാശപ്പെടുകയോ ചോദിക്കുകയോ ചെയ്യുന്ന ആളുകൾ കാണും. ഇതിനിടയിൽ മഹത്തായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകളും താലോലിച്ച് സ്നേഹത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രഗത്ഭമായ ഒരു സ്ഥാനത്തിരുന്നിട്ട് പോലും ഇത്രയും വലിയ താഴ്മയും വിനയവും കാണിക്കാൻ കഴിയുന്നത് ലാ നുസക്കി അലല്ലാഹി അഹദ, നമ്മൾ അള്ളാഹുവിന്റെ മാത്രം അറിയുന്ന വിഷയത്തിൽ ഇടപെടാൻ പാടുള്ളതല്ല എങ്കിൽ പോലും നമ്മൾ പറയട്ടെ, അവർ ഉലമാ ഉൽ ആഖിറ, ആഖിറത്തിന്റെ ആലിമീങ്ങൾ ആണെന്നതിന്റെ അടയാളമാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വമിനൽ കിബ്രി ഇല തവാദു, വാക്കുകളിലും പ്രകടനങ്ങളിലും അഹങ്കാരം വരാതിരിക്കുന്നത്. വമിനൽ അജാവതി ഇല നസ്വിഹ, മുത്തനബി പറയുന്ന അവസാനത്തെ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ശത്രുതയല്ല. വമിനൽ അജാവ ഇല നസ്വിഹ, ശത്രുതയിൽ നിന്ന് പരസ്പരം ഗുണദോഷത്തിലേക്ക്, പരസ്പരം ഗുണകാംക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ആലിമീങ്ങളുടെ കൂടെയാ നിങ്ങൾ നിൽക്കേണ്ടത്. ആ ഹദീസ് ഒന്നുകൂടെ പറയാം, ലാ തജ്ലിസു ഇലാ കുല്ലി ആലിമിൻ ഇല്ലാ ആലിമിൻ യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസ്. നിങ്ങൾ എല്ലാ പണ്ഡിതന്മാരുടെ കൂടെയും പോയി ഇരിക്കണ്ട, എല്ലാവർക്കും പോയി സിന്ദാബാദ് വിളിക്കണ്ട. ഇല്ലാ ആലിമിൻ, ഒരു ആലിം ഒഴികെ, യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസ്, 5 മോശപ്പെട്ട ഗുണങ്ങളിൽ നിന്ന് നിങ്ങളെ 5 നല്ല ഗുണങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആലിമീങ്ങൾ, അവരുടെ കൂടെ നിങ്ങൾ പോകാവൂ. മിന ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്കും. വമിന റിയാഇ ഇലൽ ഇഖ്ലാസ്, ആളാവുന്നതിന്റെയും ഷോ ഓഫിന്റെയും സ്വഭാവങ്ങളിൽ നിന്ന് അങ്ങേ അറ്റത്തെ ഇഖ്ലാസിന്റെയും ആത്മാർത്ഥതയുടെയും ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നവർ. വമിന റഗ്ബതി ഇല സുഹുദി, സാമ്പത്തിക മോഹങ്ങൾക്ക് പകരം ജീവിതത്തിൽ പരിത്യാഗം ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കുന്നവരിലേക്ക്. വമിനൽ കിബ്രി ഇല തവാദു, അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നവരിലേക്ക്. വമിനൽ അജാവതി ഇല നസ്വിഹ, വമിനൽ അജാവതി ഇല നസ്വിഹ, സമൂഹത്തിൽ
പരസ്പരം ശത്രുതയുണ്ടാക്കുന്നതിന് പകരം, സമൂഹത്തെ പരസ്പരം വിഘടിപ്പിക്കുന്നതിന് പകരം അച്ചടക്കത്തിൽ പോകുന്ന മഹല്ലുകളിൽ ഫിത്നകൾ ഉണ്ടാക്കി ആ മഹല്ലുകളിൽ പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിലടിക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം ഇലൻ നസ്വീഹ, ഐക്യത്തോടെയും സമരസപ്പെട്ടും പരസ്പരം ഗുണം കാക്ഷിച്ചുകൊണ്ട് പോവേണമേ എന്ന് പറയുന്ന ആലിമിന്റെ അരികത്തേക്കാണ് നിങ്ങൾ പോവേണ്ടത്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മുടെ അലാമാത്തു സായിൽ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് അലാമാത്തു സുഗ്റ, ചെറിയ അടയാളങ്ങൾ പുലർന്നു കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അലാമാത്തുൽ കുബ്ര, അൽ അലാമാത്തുൽ കുബ്ര, അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഇത് വളരെ വേദനയോടുകൂടെ മാത്രമേ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയൂ. ഉലമാഉഹും, ആ സമൂഹത്തിലെ ചില പണ്ഡിതന്മാർ, ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശമെന്ന മേൽക്കൂരക്കു താഴെ ഏറ്റവും വലിയ ഷർറും ഫിത്നയും ഉണ്ടെങ്കിൽ അത് തലപ്പാവതരിച്ച പണ്ഡിതന്മാരാവുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പ് വരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരനല്ല, ഒരു പള്ളി കമ്മിറ്റിക്കാരനല്ല, വിവരമില്ലാത്ത ആളല്ല, കിതാബും ഇൽമും എല്ലാമുള്ള ആളുകൾ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമ്മൾ അറിയണ്ടേ, ഇതിന്റെ ആശയം നമ്മൾ പഠിക്കണ്ടേ. എന്താ മുത്തുനബി തങ്ങൾ ഇത് പറയാൻ കാരണം? അതിന്റെ ആശയം മിനൽ അജാവ ഇലൻ നസ്വീഹ, സമൂഹത്തിൽ ശത്രുതയുണ്ടാക്കാൻ പഠിപ്പിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ പരസ്പരം വൈരാഗ്യം ഉണ്ടാവാൻ ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുമ്പോഴേക്കും, ഒരു വീഡിയോ ചാനലുകൾക്ക് മുമ്പിൽ സംസാരിക്കുമ്പോഴേക്കും ശത്രുതയുടെയും പരസ്പര പകപോക്കലിന്റെയും ആരോടോ വൈരാഗ്യം തീർക്കുന്നതിന്റെയും വാക്കുകൾ പറയുന്ന പണ്ഡിതന്മാരെ നമ്മൾ കാണുന്ന ലോകമാണിത്. അത്തരം ആളുകളിലേക്കല്ല നിങ്ങൾ പോവേണ്ടത്. എവിടേക്കാണ്? മിനൽ അജാവതി ഇലൻ നസ്വീഹ, നസ്വീഹത്ത് സാരോപദേശം. മഹാനായ സൈനുൽ ഉലമ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഞാൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു പോയ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്റെ കീഴിലാണ് ഇവിടെ 10,000 മദ്രസയുള്ളത്, ഞാനാണിത് നടത്തുന്നത്, എന്റെ കീഴിലാണ് ഇന്ന സ്ഥാപനങ്ങൾ, ഞാൻ ഇന്ന സ്ഥലത്തിന്റെ ഖാദിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുകയില്ല. ഉസ്താദ് എന്താ പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്നു. ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണം ഖുർആനും ഹദീസും നഖലുകളും സംഭവങ്ങളും മാത്രമാണ്. എല്ലാ പ്രഭാഷണങ്ങളും കാര്യമേ പറയൂ, വിഷയം പറയും. ബഹുമാനപ്പെട്ടവർ സ്വന്തം കാര്യം പറയാറില്ല. മിനൽ അദാവ, ശത്രുതയെ പറ്റി പറയാറില്ല. ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് വന്നാൽ, ഒരു പ്രഭാഷണം നടത്തിയാൽ അതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കും. ഒന്നും ബാക്കിയാവാതെ ഒരു വിഷയത്തിന്റെ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായി പണ്ഡിതരുടെ നാവിൽ നിന്ന് വരുന്നത് ഇൽമിന്റെ മുത്തുമണികളാണ്. അങ്ങനത്തെ പ്രഭാഷണങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെത്. ദുആയും അങ്ങനെയാണല്ലോ. 1 മണിക്കൂറൊക്കെ നീണ്ട ദുആ ഉസ്താദ് ചെയ്യാറുണ്ട്. ദാറുൽ ഹുദയിലെ എല്ലാ തിങ്കളാഴ്ചയും അസ്ർ നിസ്കാരത്തിന്റെ ശേഷം നടക്കുന്ന ദുആ, അതിൽ ഭൂരിഭാഗവും ഉസ്താദ് നാട്ടിലുണ്ടെങ്കിൽ ചമ്മാട് ദാറുൽ ഹുദയുടെ പള്ളിയിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞ് യാസീൻ ഓതി അവിടുത്തെ എല്ലാ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യും. ആ ദുആയിൽ പെടാത്ത വിഷയങ്ങൾ ഉണ്ടാവില്ല. ഭൂമി ലോകത്തും ആഖിറത്തുമുള്ള സർവ്വതിന്റെയും എല്ലാ നന്മകൾക്കും അതിലെ എല്ലാ ഷർറുകൾക്ക് കാവൽ ചോദിക്കുകയും ചെയ്ത വളരെ മഹത്തരമായൊരു ദുആ. ആ ദുആ ഉസ്താദ് ദുആ ചെയ്ത് മടുക്കാറില്ല. നമുക്കൊരു പക്ഷേ കൈപൊക്കിയിട്ട് ക്ഷീണിച്ചു പോയേക്കും, എന്നാലും ദുആ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ടവരുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു. മിനൻ നസ്വീഹ മിനൽ അജാവതി ഇലൻ നസ്വീഹ, ശത്രുതയോ അതുപോലെയുള്ള കാര്യങ്ങളോ പറയേണ്ടതിന് പകരം ബഹുമാനപ്പെട്ടവർ നസ്വീഹയിലേക്കാണ് വരുന്നത്. ബഹുമാനപ്പെട്ടവർ സാരോപദേശമാണ് നൽകാറുള്ളത്. അത് ഇപ്പോൾ ഉസ്താദ് ഇവിടെ അബുദാബിയിൽ റമദാനിന്റെ സമയത്ത് വന്ന്, അതുപോലെ തന്നെ സന്ദർശന വേളയിലും ബഹുമാനപ്പെട്ടവരുടെ സംസാരമോ വഅലോ കേൾക്കാൻ അവസരമുണ്ടായ ആളുകൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പറയുന്നത് വെറും ഇൽമു മാത്രമേ പറയൂ, അല്ലാത്തത് പറയാൻ അറിയില്ല. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെയും ഒരു പ്രത്യേകത അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല ഒരു പിൻഗാമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അവർക്ക് പകരം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനീ സേവന രംഗത്താണ് ഉസ്താദ് നിലനിന്നത്. ദീനീ സേവന രംഗത്താണ്, ഇൽമിന്റെ സേവനം.
ബഹുമാനപ്പെട്ടവരുടെ ദീനീ സേവനം ആരംഭിക്കുന്നത് സ്വന്തം നാട്ടിൽ കൊണ്ടോട്ടിയിൽ നിന്ന്. പിന്നെയാണ് ഉസ്താദ് അവറുകൾ ചെമ്മാട്ടേക്ക് വരുന്നത്. അവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ആ ദർസിന്റെ ഉദ്ഘാടനം ചെയ്തു കൊടുത്തത്. ഏത് ഇൽമിന്റെ ഫത്വ വരുമ്പോഴും കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ വിടാറുള്ളത് അങ്ങോട്ടാണ്. എത്രത്തോളം എന്നാൽ ചെമ്മാട്ട പള്ളിയുടെ വികസനം നടക്കുമ്പോൾ, എന്റെ സുഹൃത്തുക്കൾ ഞങ്ങളൊക്കെ ദാലൂദി പഠിക്കുന്ന സമയത്താണ്, അവിടുത്തെ പള്ളിയുടെ വികസനം നടക്കുമ്പോൾ ഹൗദും അതുപോലെ തന്നെ മൂത്രപ്പുരയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് വികസിപ്പിക്കേണ്ടി വന്നപ്പോൾ, പള്ളിയും വികസിപ്പിക്കേണ്ടി വന്നപ്പോൾ ഒരുപാട് ഖബറുകളുടെ മീതെ ആ വികസനം നടത്തേണ്ടി വന്നു. ആ സമയത്ത് ഉസ്താദ് അവിടെ ചെമ്മാട് മുദരിസാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന് ഫത്വ കൊടുത്തു. പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലം പള്ളിക്ക് വേണ്ടിയുള്ളതാണ്, അത് പള്ളിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഖബറിന്റെ മീതയാണെങ്കിലും അവിടെ പള്ളിയുടെ വികസനം നടത്താൻ പറ്റും എന്ന് ഉസ്താദ് ഫത്വ കൊടുത്തു. പക്ഷെ സ്വാഭാവികമായും ഒരുപാട് ആളുകളുടെ വാപ്പമാരാണ് അവിടെ താഴെ കിടക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളിലെ ആളുകൾക്ക് വ്യക്തികൾക്ക് വിഷമങ്ങളുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോ കോട്ടക്കലെ പുതുപ്പറമ്പിലെ പള്ളി വലിയൊരു വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇതുപോലെ ഒരു ശങ്ക വന്നിട്ടുണ്ട്. പള്ളി വികസനം നടന്നപ്പോൾ ഒരുപാട് ഖബറിന്റെ മീതേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് അവിടെയും ഇങ്ങനെ ചെറിയ വിഷമങ്ങൾ ഉണ്ടായത് ഞാൻ അറിയാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും ചെമ്മാട് ഇങ്ങനെ ഒരു വികസനം നടക്കുമ്പോൾ പള്ളിക്ക് വേണ്ടി ഖബറുകൾക്ക് മീതെ പള്ളി എടുക്കാൻ പറ്റുമെന്ന് ഉസ്താദ് ഫത്വ കൊടുത്തപ്പോൾ അതിൽ ചില വിഷമമുണ്ടായ ചില കുടുംബക്കാർ, സ്വാഭാവികമാണ്, എൻ്റെ ഉപ്പാന്റെ ഖബർ അടിയിലായി പോയല്ലോ, എൻ്റെ ഉപ്പാന്റെ ഖബറിന്റെ മീതെയാണല്ലോ ഹൗദം വരെ വന്നത് എന്നൊക്കെ സ്വാഭാവികമായി വിഷമമുണ്ടായ ഒരു കൂട്ടം ആളുകൾ മഹാനായ കണ്ണീത്ത് ഉസ്താദിന്റെ അരികത്തേക്ക് വാഴക്കാട്ടേക്ക് പോവുകയാണ് മസ്അല ചോദിക്കാൻ. കണ്ണീത്ത് ഉസ്താദ് എന്താണ് ഇതിന് പറയുന്നത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയോ മറ്റോ ചെയ്ത് വാപ്പമാരുടെയും ഉമ്മമാരുടെയും ഖബറുകളുടെ മീതെ പള്ളിയുടെ കെട്ടിടം വരാതെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആളുകൾ മഹാനായ കണ്ണീത്ത് ഉസ്താദിന്റെ അരികത്തേക്ക് പോയിട്ടുണ്ട്. മഹാനായ കണ്ണീത്ത് ഉസ്താദ് ഒരു ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഞങ്ങൾ ചെമ്മാടെന്ന് വരികയാണ്. ചെമ്മാടെന്ന് വരെയാണോ? അവിടെ സൈനുദ്ദീൻ മുസ്ലിയാരില്ലേ, അദ്ദേഹത്തോട് പോയി ചോദിക്കിൻ എന്ന ഒരു മറുപടിയല്ലാതെ മഹാനായ കണ്ണീത്ത് ഉസ്താദ് അവറുകൾ ഒരു മറുപടിയും അവർക്ക് കൊടുത്തിട്ടില്ല. അതാണ് അത്ഭുതം. നിങ്ങൾ അങ്ങോട്ട് പോകണം, അവിടെ ചെറുശ്ശേരിയുണ്ട്, സൈനുദ്ദീൻ മുസ്ലിയാരുണ്ട്, അവരോട് പോയി ചോദിക്കിൻ. കഴിഞ്ഞു. പിന്നെ അവർക്ക് മഹാനായ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ആ ഒരു ഫത്വയോട് യോജിക്കേണ്ടി വരികയാണ് ഉണ്ടായത്. എന്തുകൊണ്ട്? അത്രയും ഇൽമിന്റെ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള വലിയ ആലിമായിരുന്നു. ഇപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ആ ഒരു ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ സമയം ചെമ്മാട് സ്വന്തം മോളുടെ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ടവർ വിശ്രമ ജീവിതം